ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ലീഗിനെ കള്ളപ്പണം വെളുപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചെന്ന് കെ.ടി. ജലീൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പാണക്കാട്ടെത്തിയ ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തെന്നും ജലീൽ ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരെ ഗുരുതര ആരോപണമാണ് ജലീൽ ഉന്നയിച്ചത്. അതേസമയം ഇ.ഡി. പാണക്കാട് എത്തിയെന്ന് സംബന്ധിച്ച കുഞ്ഞാലിക്കുട്ടി ജലീലിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. ലീഗിനെയും ചന്ദ്രിക ദിനപത്രമടക്കം ലീഗിന്റെ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിച്ചെന്ന് കെ.ടി. ജലീൽ ആരോപിച്ചു. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ സഹായത്തോടെയായിരുന്നു നീക്കങ്ങൾ. മലപ്പുറം AR നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിക്കിന് കള്ളപ്പണമുണ്ട്. ഹാഷിക്കിന്റേത് NRI അക്കൗണ്ടാണെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വാദം കളവാണ്. ബാങ്കിൽ നിന്നും 110 കോടിയുടെ നിക്ഷേപം ഇ.ഡി. കണ്ടെടുത്തു. ഇതിൽ 7 കോടി മാത്രമാണ് രേഖകളുമായി എത്തിയവർ പിൻവലിച്ചതെന്നും ജലീൽ ആരോപിച്ചു. 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇബ്രാഹിം കുഞ്ഞ് മുഖേന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രമം നടത്തി നിക്ഷേപിച്ചു. അത് കണ്ടെത്തിയതിനെ തുടർന്ന് 2.5 കോടി രൂപ പിഴയടച്ച് 7.5 കോടി രൂപ പിൻവലിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളെ ഇ.ഡി. ചോദ്യം ചെയ്യുന്ന സ്ഥിതി സംജാതമായത്. ചന്ദ്രിക ദിനപത്രത്തിലെ അനധികൃത നിക്ഷേപവുമായി ബന്ധപ്പെട്ട് 2 തവണ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇ.ഡി. നോട്ടീസ് അയച്ചു. ഹാജരാകാത്തതിനാൽ പാണക്കാടെത്തി ഇ.ഡി. ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തുവെന്നും ജലീൽ ആരോപിക്കുന്നു. 24/7/2020 ഇ.ഡിക്ക് മുമ്പാകെ ഹാജരാകണം എന്ന് പറഞ്ഞു കൊടുത്ത നോട്ടീസിന്റെ കോപ്പിയാണ് ഇത്. എന്നാൽ ഹൈദരലി ശിഹാബ് തങ്ങളെ ഇ.ഡി. കണ്ടുവെന്ന് സമ്മതിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി പാണക്കാട് തങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പ്രതികരിച്ചു. മകനെതിരായ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും ഇടപാടുകൾ സുതാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം. NRI അല്ല, NRE ആണ്. ഒരു ഇയുടെ വ്യത്യാസം, ഈ ഐ വ്യത്യാസത്തിനാണ് ഇപ്പൊ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്.